ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത പ്രോബ്ലമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ഫിഗർ ഷോസ് ടു സെൽ ട്യൂബുലർ സെക്ഷൻ ഹാവിംഗ് എൻ ഇൻറ്റീരിയർ വെബ് വിത്ത് ആൻ എക്സ്റ്റേണൽ ടോർക്ക് ഓഫ് 10,000 Newton centimeter. Determine the value of shear force and angle of twist per unit length. If A1 is equal to 680 centimeter square, A2 is equal to 2000 centimeter square. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാ ഡേറ്റയും എല്ലാം തന്നിട്ടുണ്ട്. ഈ എസ് ഈക്വൽ ടു 67 എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ ഒരു പോർഷൻ്റെ ചുറ്റളവാണ്. ഇനി എസ് ഈസ് ഈക്വൽ ടു 33 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ചുറ്റളവാണ്. എസ് ഈക്വൽ ടു 67 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ചുറ്റളവാണ്. എസ് ഈസ് ഈക്വൽ ടു 48 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ചുറ്റളവാണ്. എസ് ഈസ് ഈക്വൽ ടു 63 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ചുറ്റളവാണ്. അപ്പോൾ ഇതൊരു നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സെക്ഷൻ ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ പെരിമീറ്റർ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം സെൽ 1 എടുക്കാം. സെൽ 1ൻ്റെ A1 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സെൽ 1ൻ്റെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ടോട്ടൽ ലെങ്ത്, അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് 67 ആണ്. 67 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.06 ആണ്. പ്ലസ് ഇനി ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 33 ആണ്. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.09 ആണ്. 0.09. അപ്പോൾ നമുക്ക് 1483.33 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. നമുക്കിവിടെ എല്ലാ ഡേറ്റയും സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് സെൽ 2ൻ്റെ A2 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സെൽ 2ൻ്റെ A2 വാല്യൂ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ സെല്ല് 1ഉം സെല്ല് 2ഉം തന്നിട്ടില്ല. അപ്പം ഞാൻ എടുക്കുന്നത് ഇത് സെൽ 1 എന്നും ഇത് സെല്ല് 2 എന്നുമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഈ സെൽ 2ൻ്റെ ഈ സൈഡിലെ ലെങ്ത്, ഈ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് 33 ആണ്. 33 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് 0.09 പ്ലസ് ബോട്ടം ലൈനിലെ ലെങ്ത് എന്ന് പറയുന്നത് 67 ആണ്. 67 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് 0.08 പ്ലസ് റൈറ്റ് സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് 48 ആണ്. 48 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.09 പ്ലസ് ടോപ്പിലെ ലെങ്ത് എന്ന് പറയുന്നത് 63 ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.09. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2716.16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വെബിൻ്റെയാണ്. വെബിൻ്റെ A12 വാല്യൂ ആണ്. ഇതാണല്ലോ ഈ നടുക്കത്തെ പോർഷനാണല്ലോ വെബ്. വെബിൻ്റെ ലെങ്ത് എത്രയാണ്? 33 ആണ്. 33 ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.09. ദാറ്റ് ഈസ് 3366.66 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് A1ഉം A2ഉം A12ഉം കിട്ടി. നമ്മൾ ആദ്യം എഴുതുന്ന ഇക്വേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു 2A1 Q1 പ്ലസ് 2A2 Q2. ഈ ഇക്വേഷൻ നമ്മൾ എഴുതി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ടോർക്ക് ഇവിടെ നമുക്ക് ടോർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10,000 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 10,000 × 10⁻²2 ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2 × A1നെ നമുക്ക് 680 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1നെ അതുപോലെ തന്നെ ഇടാം. പ്ലസ് 2 × A2നെ നമുക്ക് 2000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q2ന് അതുപോലെ തന്നെ വാല്യൂസും കിടാം. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 125 × 10⁻² ഈസ് ഈക്വൽ ടു 17 Q1 പ്ലസ് 50 Q2 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ 1. ഇതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ സോൾവ് ചെയ്ത് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഇക്വേഷനെ തന്നെ ഇക്വേഷൻ 1 ആക്കി എടുത്താലും മതി. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്, നമ്മൾ രണ്ടാമത് ഇക്വേറ്റ് ചെയ്യുന്നത് θ1 = θ2 ആണ്. θ1 = θ2. നമുക്കറിയാം θ1 = θ2 നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1/2g ക്യാപിറ്റൽ A1 × A1 Q1 മൈനസ് A12 Q2 is equal to 1/G × A2 എന്താണ്? A2 Q2 മൈനസ് A12 Q1. ഇതാണ് θ1ൻ്റെയും θ2ൻ്റെയും ഇക്വേഷൻ.
ഇവിടെ 2g രണ്ടും സെയിം ആണ്, രണ്ടിടത്തും g വാല്യൂ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് 2g ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1/680 ഈസ് ഈക്വൽ ടു സ്മോൾ a1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1483.33 ഇൻറ്റു Q1 മൈനസ് a12ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 366.66 into Q2 is equal to 1 by capital A2 value 1 by 2000 into 1 by 2000 into small a2 value 2716.6 Q2 minus A12 value 36.66 into Q1. Okay. ഇനി ഇവിടെ ഒരു 680 ഉണ്ട്. ഈ 680 കൊണ്ട് എല്ലാ ടൈമിനെയും ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒരു 2000 ഉണ്ട്, അതുകൊണ്ട് എല്ലാ ടൈമിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 21.81 Q1 മൈനസ് 5.39 Q2 ഈസ് ഈക്വൽ ടു 13.58 Q2 മൈനസ് 1.83 Q1 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു -1.83 Q1 ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 23.64 Q1 എന്ന് വരും. ഇവിടെ ഒരു -5.39 Q2 ഉണ്ട്, അതിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് 18.88 Q2 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് Q2 ഈസ് ഈക്വൽ ടു 1.34 Q1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് Q2 ഇൻ ടൈംസ് ഓഫ് Q1 നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ 2ൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഇക്വേഷൻ 2ൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 125 ഇൻറ്റു 10⁻², അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in equation 1. അപ്പോൾ 125 into 10⁻² is equal to 17 into Q1 plus 50 into 1.34 Q1 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ Q1 മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ Q1ൻ്റെ വാല്യൂ 148.8 Newton/cm എന്ന് കിട്ടും. നമുക്ക് Q1ൻ്റെ വാല്യൂ ഇക്വേഷൻ 2 കൊടുക്കുമ്പോൾ Q2ൻ്റെ വാല്യൂ 199.4 Newton/cm എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിയർ ഫ്ലോ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിയർ ഫ്ലോ തന്നെയാണ്. ഇത് നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ θ1 θ2 കണ്ടുപിടിച്ചാൽ മതി. കാരണം രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ മതി. ഇപ്പോൾ θ1 ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ 1/2g ക്യാപിറ്റൽ A1 Q1 മൈനസ് A12 Q2. അപ്പോൾ നമുക്കിവിടെ ജിയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് അതുപോലെ തന്നെ ഇടാം. 1/2g ഇൻറ്റു A1 എത്രയാണ്? A1 680 ആണ്. 680 ഇൻറ്റു സ്മോൾ A1 എന്താണ്? 1483.3 ഇൻറ്റു Q1 നമുക്കിപ്പോൾ കിട്ടി 148.8 മൈനസ് ദെൻ A12 എന്താണ്? 366.6 ഇൻറ്റു എന്താണ് Q2 നമുക്ക് കിട്ടി 199.4. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ് 108.64/g. ദാറ്റ് ഈസ് അത്രയും റേഡിയൻ പെർ സെൻറ്റിമീറ്റർ. ഇപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് തരുവാണെങ്കിൽ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് ബാക്കിത്തെ ഫുൾ എമൗണ്ട് ഓഫ് വാല്യൂ കാണാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഫോളോയിങ് ഫിഗർ ഷോസ് 2 cell tubular section subject to torque T, determine shear flow and angle of twist per unit length. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 cell tubular section ആണ്. ഇതിൻ്റെ Q1ഉം Q2ഉം തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫിക്സഡ് വാല്യൂ നമുക്കില്ല, കുറേ നൊട്ടേഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ സെൽ 1ൻ്റെ A1 വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സെൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. A, അതിൻ്റെ തിക്നെസ് 2T. ഓക്കെ, ബോട്ടം ലൈനിലെ ലെങ്ത് A, അതിൻ്റെ തിക്നെസ് എന്താണ്? T. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ റൈറ്റ് സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് A, അതിൻ്റെ തിക്നെസ് T. ടോപ്പിലെ ലെങ്ത്തും എന്ത് തന്നെയാണ്? A തന്നെയാണ്, അതിൻ്റെ തിക്നെസ് T. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7a/T എന്ന് കിട്ടും. അതുപോലെ തന്നെ സെൽ 2, ഇതാണ് സെൽ 2. സെൽ 2ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ്, അതിൻ്റെ തിക്നെസ് T. ബോട്ടത്തിലെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ്, അതിൻ്റെ തിക്നെസ് എന്താണ്? T തന്നെയാണ്, T. ദെൻ റൈറ്റ് സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ്, അതിൻ്റെ തിക്നെസ് T/2 ആണ്. ടോപ്പിലെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ്, അതിൻ്റെ തിക്നെസ് T ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 5a/T എന്ന് കിട്ടും.
ഇനി നമ്മുടെ വെബിൻ്റെ വാല്യൂ കാണും, അതാണ് A12 വാല്യൂ. വെബാണ് ഈ നടുക്ക് കാണുന്ന ഈ പോർഷനാണ് വെബ്. വെബിൻ്റെ ലെങ്ത് എന്ത് തന്നെയാണ് A ബൈ അതിൻ്റെ തിക്നെസ് എന്താണ് T. A/T ആണ് A12 വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു 2A1Q1 പ്ലസ് 2A2Q2. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 2Q1 ഇൻറ്റു 2Q1 ഇൻറ്റു എന്താണ് A1ൻ്റെ വാല്യൂ? A1ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇത് എയും ഇത് എയും ആണെങ്കിൽ A1ൻ്റെ വാല്യൂ എന്താണ്? A ഇൻറ്റു A ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 2Q2 ഇൻറ്റു A2ൻ്റെ വാല്യൂ എന്താണ്? ഇത് എയും ഇത് എയും ആണെങ്കിൽ അതും A ഇൻറ്റു A ആണ്. നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു 2Q1A² പ്ലസ് 2Q2A² എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എഴുതുവാണ്. ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുവാണ്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് പഴയ പോലെ തന്നെ θ1 ഈസ് ഈക്വൽ ടു θ2 എന്ന് ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇംപ്ലൈസ് 1/2g A1 ഇൻറ്റു A1Q1 മൈനസ് A12Q2 ഈസ് ഈക്വൽ ടു 1/2g ക്യാപിറ്റൽ A2 A2Q2 മൈനസ് A12Q1 A12Q1. ഇവിടെ 2gയും 2gയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഇംപ്ലൈസ് 1 A1ന് നമ്മൾ എന്ത് കൊടുക്കാം? A1ന് നമുക്ക് A² എന്ന് കൊടുക്കാം ഇൻറ്റു അതുപോലെ തന്നെ A1Q1ന് 7A/T ആണല്ലോ സ്മോൾ a1, 7A/T ഇൻറ്റു Q1 മൈനസ് A12ന് A/T ഇൻറ്റു Q2 എന്ന് കൊടുക്കാം. A/T ഇൻറ്റു Q2 ഇസ് ഈക്വൽ ടു 1 ക്യാപിറ്റൽ A2 എന്ന് പറയുന്നത് A² ആണ്. ദാറ്റ് ഈസ് സ്മോൾ a2 Q2. സ്മോൾ a2 നമുക്കറിയാം 5A/T. അപ്പോൾ 5A/T ഇൻറ്റു Q2 മൈനസ് A12 എന്ന് പറയുന്നത് A/T ഇൻറ്റു Q1. A/T ഇൻറ്റു Q1. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു 7A/T ഇൻറ്റു 7A/2T ആണ്. സോറി, 7A/2T ആണ് ഇവിടെ, കാരണം A1 എന്ന് പറയുന്നത് 7A/2T ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 7A/T ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ടിടത്ത് A² ഉണ്ട്. A² ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ടൈം കിട്ടും. ഇനി ഇതിൽ നമുക്കിവിടെ ഒരു 7A/Q1/2T ഉണ്ട്. ഇവിടെ ഒരു മൈനസ് A/T ഇൻറ്റു Q1 ഉണ്ട്. അപ്പോൾ അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ A/T ഇൻറ്റു Q1 ഇസ് ഈക്വൽ ടു A/T ഇൻറ്റു Q1. ഇവിടെ ഒരു 5A/T ഇൻറ്റു Q2 ഉണ്ട്. ഇവിടെ ഒരു മൈനസ് A/T ഇൻറ്റു Q2. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ A/T ഇൻറ്റു Q2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇംപ്ലൈസ് അപ്പോൾ നമുക്കിവിടെ ഒരു 7A/2T ഇൻറ്റു Q1ഉം ഇവിടെ ഒരു A/T ഇൻറ്റു Q1 ഉണ്ട്. A/T ഇൻറ്റു Q1 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് Q1 വെളിയിൽ എടുത്തിട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9/2 Q1 ഈസ് ഈക്വൽ ടു ഇവിടെ അതുപോലെ തന്നെ Q2 വെളിയിൽ എടുത്തിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6Q2 എന്ന് കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ Q2 ഈസ് ഈക്വൽ ടു 9/12 Q1 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ Q2 ഈസ് ഈക്വൽ ടു 3/4 Q1 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? Q2 ഇൻ ടേംസ് ഓഫ് Q1 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ ഇവിടെ വാല്യൂസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു Q1ന് അതുപോലെ തന്നെ ഇടുക Q1A² പ്ലസ് 2 ഇൻറ്റു Q2നാണ് 3/4 Q1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Q1 ഇൻറ്റു A². ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 2A² ഉണ്ട്, ഇവിടെ ഒരു 2A² ഉണ്ട്. ഓക്കെ, നമുക്ക് 2A² ഉള്ളിലെടുക്കാം. 2A² ടോർക്ക് ഈസ് ഈക്വൽ ടു 2A² ഇൻറ്റു Q1 പ്ലസ് 3/4 Q1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 7/2 A² Q1 എന്ന് കിട്ടും. ഇത് രണ്ടും നമ്മൾ ഇവിടെ Q1 നമുക്ക് വെളിയിലെടുക്കാം. Q1 വെളിയിലെടുത്ത് 1 പ്ലസ് 3/4 ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോൾ 7/2 A² Q1 എന്ന് കിട്ടും. നിങ്ങൾ മാത്തമാറ്റിക്സ് ചെയ്ത് നോക്കിയാൽ മതി.
Q1 വാല്യൂ ആയി, സോറി, അപ്പോൾ ഇതിന് നമുക്ക് ടോർക്കിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് T ഈക്വൽ ടു എന്താണ് കിട്ടിയത്? ഇപ്പോൾ നമുക്ക് T ഈക്വൽ ടു കിട്ടിയത് 7/2 a² Q1 എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് Q1 ഈസ് ഈക്വൽ ടു 2T/7a² എന്ന് എഴുതാം. അതുപോലെ തന്നെ Q2 എന്താണ്? 3/4 × Q1 ആണ്. അപ്പോൾ 3/4 × 2T/7a² എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് Q1 വാല്യൂ കിട്ടി, Q2 വാല്യൂ കിട്ടി. ഇതെല്ലാം ഇൻ ടൈംസ് ഓഫ് എ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് θ1 θ2 കാണാം. θ1 = θ2 ആണല്ലോ, അപ്പോൾ θ1 കാണാം. θ1 ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2g a1 ആണ്. അപ്പോൾ a² × a1 Q1 - a12 Q2. അപ്പോൾ 7a/2t × Q1 ആണ്. Q1 വാല്യൂ നമുക്കറിയാം 2T/7a² മൈനസ് a/t × Q2. a/t × Q2 എന്ന് പറയുന്നത് എന്താണ്? 60/28 ഇതെന്താണ്? 28a². ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2g a². ഇവിടെ നമുക്ക് ഇവിടെ ഒരു 7 ഉണ്ട്, 7 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു എന്തുണ്ട്? 2 ഉണ്ട്, 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എയും ക്യാൻസൽ ചെയ്ത്, അപ്പോൾ T/TA എന്ന് കിട്ടും. മൈനസ് ഇവിടെ ഒരു 6 ഉണ്ട്, അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. 2 × 3 6. ഓക്കെ, 3 × 2 6. ഇവിടെ 1 4. അപ്പോൾ 3 ഇവിടെയും ഇവിടെ a² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3T എന്ത് വരും? 14. 3T/14T എന്ന് പറയും. 3T/14T. That is equal to θ1 is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 11T/28GA³ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നല്ല നൊട്ടേഷൻ വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക, പഴയ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും.